ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നാളെ ജൂലൈ 9 ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പണിമുടക്ക് പൂർണ്ണമായിട്ടുണ്ടാവുമെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അർദ്ധരാത്രി മുതൽ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ തുടങ്ങുകയാണ്. നാളെ രാത്രി 12 മണി വരെയാണ്. 24 മണിക്കൂറായിരിക്കും പണിമുടക്ക്. സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കിംഗ് മേഖല, അധ്യാപകർ, അനധ്യാപകർ, ഇൻഷുറൻസ് മേഖല തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും അടഞ്ഞുകിടക്കുന്നതായിരിക്കും. അതോടൊപ്പം KSRTC, സ്വകാര്യ ബസ് മുതലായവരും ഈ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക് നടത്തുന്നത്. മെയ് മാസം 20-നായിരുന്നു ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരുന്നത്. എന്നാൽ പുതുതായി തീരുമാനിച്ചത് ജൂലൈ മാസം 9 ഇന്ന് അർദ്ധരാത്രി മുതലാണ് ആരംഭിക്കുക. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പണിമുടക്കിൽ നിന്നും അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. 17-ൽ പരം തൊഴിലാളികളുടെയും കർഷകരുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് നടത്തുന്നത്. അതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം എന്നീ കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ഈ പണിമുടക്ക് നടത്തുന്നത്. കേരളത്തിന് പുറത്തു നിന്നും വരുന്നവരെല്ലാം വളരെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാങ്കിംഗ് ഇടപാടുകൾ വരെ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നതാണ്. ചെറുകിട വ്യാപാര കേന്ദ്രങ്ങൾ അടഞ്ഞുകിടക്കുന്നത് കൊണ്ട് തന്നെ ഇന്നു തന്നെ ആവശ്യകാര്യങ്ങൾ എല്ലാവരും ചെയ്തു തീർക്കേണ്ടതാണ്. വ്യാപാര വ്യവസായികളും മറ്റും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് മേഖലയും ഗതാഗത വകുപ്പും മോട്ടോർ തൊഴിലാളികളുമെല്ലാം ഇതിനോട് സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആയതിനാൽ ടാക്സി വാഹനങ്ങളും KSRTCയും സ്വകാര്യ ബസ് സർവീസും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല.